നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതോ ഒരുത്തന്റെ കൂടെ കൊഞ്ചിക്കൊഴയാൻ പോയി നിന്റെ മോളും. എന്നിട്ട് നാട്ടുകാരി കണ്ടുപിടിച്ചപ്പോ ഇവളെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. നാട്ടുകാരെല്ലാരും കൂടി ആ ചെക്കനെ തല്ലി പരുവപ്പെടുത്തി. ഇനി അവൻ വെറുതെ ഇരിക്കുവോ? അവന്റെ ആളുകളെയും കൂട്ടി നേരെ ഇങ്ങോട്ടല്ലേ വരിക. ചോദിക്കുന്നത് ദേവനോടും നിന്നോടും എന്നോടും ആയിരിക്കില്ലേ? അമ്മ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. വഴിയിൽ വെച്ച് എന്നെ ഒരാൾ അനാവശ്യമായിട്ട് കയറി പിടിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മിണ്ടരുത്. പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. പുറത്ത് വിടരുതെന്ന് പറഞ്ഞാൽ ഇവള് കേക്കില്ല. കുടുംബം നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടിക്കളയാമെന്ന് നേർച്ച നേർന്നിരിക്കല്ലേ ഇവള്. അമ്മേ, കാര്യം എന്താണെന്ന് നമ്മള് പറഞ്ഞല്ലോ. അവളെ ഒരുത്തൻ കേറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തെറ്റാ. അതിനൊരു പെൺകുട്ടി പ്രതികരിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമല്ല. അതിന്റെ പേരില് ഇവളെ എന്ത് ചെയ്താലും വിമർശിക്കാന്ന് അമ്മ കരുതണ്ട. ഇവള് സത്യം പറയൂ, അതെനിക്കറിയാം. ഇതിന്റെ പേരിൽ ആര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും അവനോട് ഞാൻ മറുപടി പറഞ്ഞോളാം. യശോദേ, വല്ലാണ്ട് ന്യായീകരിക്കുമ്പോ ഒരു കാര്യം നീ ഓർത്തോ. നീ വിചാരിക്കുന്നത് പോലെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നോട് പറയണമെന്നില്ല. ഈ ഒരു കാര്യം ഇവൾ എന്നോട് പറയാതിരുന്നത് പേടിച്ചിട്ടായിരിക്കും. അതിന്റെ പേരില് അമ്മ ഇവളെ തെറ്റൊന്നും പറയണ്ട. ഇന്നേ വരെ എന്നോട് പറയാത്ത ഒരു കാര്യവും എന്റെ മോളുടെ മനസ്സിലില്ല. അത്രയ്ക്ക് ഉറപ്പാണോ നിനക്ക്? അതെ. കഴിഞ്ഞ പിറന്നാളിന് ദേവൻ ഇവൾക്കൊരു വെള്ളിക്കൊലിസ് വാങ്ങിച്ച് കാലിലിട്ട് കൊടുത്തില്ലേ? അതെവിടെയാണെന്ന് നിന്റെ മോളോട് ചോദിച്ചു നോക്ക്. ആ കൊലിസ് നിന്റെ കാലിലുണ്ടോടി? ഇല്ല. അതെവിടെ പോയി? അതിലൊരെണ്ണം കളഞ്ഞു പോയി മുത്തശ്ശി. നീ ഇത് കണ്ടോ യശോദേ? നിന്റെ മകൾ അത്രയ്ക്ക് ശുദ്ധയായിരുന്നെങ്കിലേ, എല്ലാം നിന്നോട് പറയുന്നവളായിരുന്നെങ്കിലേ ഇതും പറയണമായിരുന്നല്ലോ. അപ്പൊ മൂടി വെക്കാനും അറിയാം. അയ്യോ, നോടക്കി വെച്ച കോളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവള് ഇനി എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഓർക്കറിയാം. ഇന്ന് സന്ധ്യയാവുന്നതിന് മുമ്പ് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കളഞ്ഞത് എവിടെയാണെങ്കിലും അതുമായിട്ട് നീ തിരിച്ചു വന്നാ മതി. അല്ലെങ്കിൽ നിന്നെ ഈ കുടുംബത്തിനകത്ത് കെറ്റില്ല, കേട്ടോടി. അമ്മ പറയണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ കല്യാണത്തിന്റെ തിരക്കുകളോണ്ട് പറയാൻ പറ്റിയില്ല. അല്ലാതെ കരുതിക്കൂട്ട് ഞാൻ അമ്മയോട് മറച്ചു വെച്ചതൊന്നുമല്ല. സാരമില്ല മോളെ. അമ്മയുടെ മുമ്പിലൊന്നും ജയിക്കാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞതാന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ സന്ധ്യ ആവുന്നതിന് മുൻപ് ഈ കൊലുസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി പ്രശ്നമാക്കാൻ അത് മതി. അമ്മ കാശ് തരാം, മോള് പോയി ഇതിനൊരു ജോഡി വാങ്ങിക്കും. നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. മോള് പോയിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.